ഷഫീദ്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചില കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ VN വാസവനൊക്കെ കടുത്ത പ്രതികരണം EP ജയരാജനെതിരെ കൈക്കൊണ്ടു എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ അക്കാര്യത്തിൽ നമുക്ക് എന്താണ് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നടന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കിയിരിക്കുന്നു. ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് CPM കടന്നിരിക്കുന്നു എന്നുള്ള വിവരം ഏറ്റവും പുതുതായി പുറത്തു വരുന്നുണ്ട്. വിവാദങ്ങൾക്കൊടുവിൽ EP ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ സ്ഥാനത്ത് നീക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. സമാനമായ അഭിപ്രായം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും ഉയരുന്നു എന്നുള്ള വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ അന്തിമ തീരുമാനം നമുക്കറിയാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഔദ്യോഗികമായി CPM LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റി അല്ലെങ്കിൽ നീക്കി എന്നുള്ള വിവരം നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയും. BJP ബന്ധം ആരോപണം പാർട്ടിക്ക് വലിയ തലവേദനയും പ്രതിസന്ധിയും ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തൽ, ഒരു പൊതുവിലയിരുത്തൽ CPM നേതൃത്വത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഏത് തരത്തിൽ EP ജയരാജനെ ഈ വിഷയത്തിൽ സംരക്ഷിക്കാൻ നോക്കിയാലും അത് പാർട്ടിക്ക് തിരിച്ചടിയാകും. മാത്രവുമല്ല, പാർട്ടിക്കകത്ത് തന്നെ പ്രത്യേകിച്ച് നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ അച്ചടക്ക നടപടി അപ്പാടെ എടുത്തു മാറ്റിയില്ലെങ്കിൽ അത് സ്വാഭാവികമായും താഴെത്തട്ടിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കും. അത് വലിയ തരത്തിൽ നേതൃത്വത്തിന് പഴികെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനുമൊക്കെ അപ്പുറത്തേക്ക് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കി EP ജയരാജനെ ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഔദ്യോഗിക തീരുമാനമായി തന്നെ നമുക്ക് നൽകാൻ കഴിയുമോ ഷഫീദ്? നമുക്കൊരു സ്ഥിരീകരിച്ച വിവരമായി തന്നെ നമുക്ക് നൽകാൻ കഴിയും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ തീരുമാനം എടുത്തു എന്നുള്ള വിവരം നമുക്ക് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ തീരുമാനമെടുത്തു. സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ആരംഭിച്ചു. പൊതു അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയിലും ആ രീതിയിൽ തന്നെയാണ് എന്നുള്ള വിവരം നമുക്ക് പുറത്തു വരുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ള വിവരം, എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയും എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഇനി EP ജയരാജൻ ഒഴിഞ്ഞേക്കും എന്നുള്ളതല്ല, EP ജയരാജനെ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നുള്ളത്, LDF കൺവീനർ സ്ഥാനത്ത് നീക്കി പാർട്ടി ഇടപെട്ട അല്ലെങ്കിൽ പാർട്ടി തീരുമാനം ആ രീതിയിലേക്ക് മാറി എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ കഴിയും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ തീരുമാനത്തിലേക്ക് ഇന്നലെ എടുത്തിരുന്നു. അത് സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിച്ചു. സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി ചേരുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിലും സമാനമായ രീതിയിലുള്ള വിലയിരുത്തൽ എന്നുള്ള ഒരു വിവരം അതാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച അത് പരസ്യമായി തുറന്നു സമ്മതിക്കൽ, അതിനപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ, നന്ദകുമാറുമായിട്ടുള്ള അടുപ്പം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ നേതൃത്വത്തിന് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, LDF കൺവീനർ EP ജയരാജൻ അദ്ദേഹം പുലർത്തുന്ന ചില ബന്ധങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ BJP ബന്ധത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ ഇടതു നയങ്ങൾക്ക് ചേരുന്നതല്ല എന്നുള്ള ഒരു തീരുമാനം, ഒരു വിലയിരുത്തൽ അത് പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചു. എന്തുകൊണ്ട് ഇത്രയും കാലം ഈ നടപടി വൈകി എന്നുള്ള ചോദ്യത്തിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നുള്ള രാഷ്ട്രീയ വിഷയം അത് ചർച്ചയാക്കി CPM ഒരു ആയുധം ആക്കുന്നതിനിടെയാണ് EP ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ഒരു പരസ്യമായിട്ടുള്ള ശാസ്ത്രം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം, അതായത് ഈ മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക്, കൃത്യമായ വാക്ക്, അത് വലിയ തരത്തിൽ വിവാദമാവുകയും അതൊരു താക്കീതായി പോലും മാറുകയും ചെയ്യുന്ന, ഒരു വിലയിരുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ ഈ EP ജയരാജന്റെ നിഷ്കളങ്ക നിലപാട് എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ CPMന്റെ ഒരു ന്യായീകരണം, അവരുടെ ഒരു പ്രതിരോധം. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ക്യാബിനറ്റിലെ ഒരു മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇനി EP സ്ഥാനത്തിരുന്നാൽ അത് പാർട്ടിക്ക് വലിയ തരത്തിൽ പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കും എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അതടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം മുഖവിലക്കെടുത്തു. മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുപ്പം അതായിരുന്നു EPയെ പല വിവാദങ്ങളിലും വലിയ രീതിയിൽ പിന്തുണച്ചത്. പക്ഷേ അടുപ്പമടക്കമുള്ള കാര്യങ്ങൾ അത് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതൊന്നും നിലവിൽ ഇപ്പോൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല. പകരം EPക്കെതിരെ നടപടിയെടുക്കുന്നതിലൂടെ പാർട്ടി അണികളെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് ജില്ലാ ഘടകങ്ങളിലടക്കം നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്കൊക്കെ മറുപടി നൽകും. ഇനി താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് സ്വാഭാവികമായും ഒരു ചോദ്യമായി വരാതെ പാർട്ടി നേതൃത്വത്തിന് പ്രതിരോധിക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി CPMനെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ നീക്കി എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള വിവരം നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. അനുജ.